അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ഗ്രേറ്ററിൽ വെച്ച് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മിക്സിയിലൊന്നും വെച്ച് അടിക്കരുത്. ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ച് തന്നെ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ചെറിയ ഹോളുള്ള ഗ്രേറ്ററിൽ വേണം ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. 2 ഉരുളക്കിഴങ്ങും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് പൊടിപൊടിയായിട്ട് ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എരിവ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. വലിയ ജീരകത്തിന്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഉലുവേല ഉണക്കി പൊടിച്ചതാണ്. ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. വീണ്ടും എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഈ ഉരുളക്കിഴങ്ങിൻ്റെ നനവ് കൊണ്ടാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത്. ഇതിലൊട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ എത്രത്തോളം നമുക്ക് നനവുണ്ടോ അതിനനുസരിച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊന്ന് കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. നല്ല ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ കുഴച്ചെടുത്തപ്പോൾ കുറച്ച് ഒട്ടി പിടിക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് കുഴച്ചെടുക്കുക. എണ്ണ ഒഴിച്ചെടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് കട്ടിക്കൊന്ന് കുഴച്ചെടുക്കുക. വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഇഷ്ടമല്ല എന്നുള്ളവർക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മുട്ടയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചതിൽ നിന്നും പകുതി മിക്സ് എടുക്കാം. പകുതി നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമ്മളെടുത്ത മിക്സ് ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കാം. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് എല്ലായിടും ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കാം. ഇവിടെയും ഒന്ന് മൈദ ഇട്ട് കൊടുക്കുക. ചെറിയൊരു കനത്തിൽ ഒന്ന് പരത്തിയെടുക്കുക. എല്ലാ വശവും ഒരേ കനത്തിൽ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഒരുപാട് കനം കുറച്ച് പരത്തരുത്. ചെറിയൊരു കനത്തിൽ പരത്തിയെടുക്കുക. ഇതിൻ്റെ 2 അറ്റവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് 3 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ അത് 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു പീസ് മുട്ടയുടെ ബാറ്ററിലിട്ട് നമുക്കൊന്ന് ടിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നേരിട്ട് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ഉടനെ തന്നെ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും, ഒരു താമസവും ഇല്ല. ഈ വശവും ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇത് തിരിച്ചും മറിച്ചുവിട്ട് നല്ലതുപോലെ മൊരിയിച്ചെടുക്കുക. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ, എന്നാൽ മാത്രമേ ഉള്ളൊക്കെ നല്ലോണം വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് ഇത് കോരി പാറ്റാം. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഉള്ളിലൊക്കെ കണ്ടില്ലേ, നല്ലോണം മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടിരിപ്പുണ്ട്. നല്ല ക്രിസ്പിയാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്